ബിഗ് ബോസ് മലയാളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി ലാലേട്ടൻ ഇന്ന് യെല്ലോ കാർഡ് ഉയർത്തിയിരിക്കുകയാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതിയൊരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട്. അതിനകത്ത് ലാലേട്ടൻ വന്നിട്ട് ഒരു യെല്ലോ കാർഡ് ഉയർത്തി കാണിക്കുന്നുണ്ട്. ഇത് ആർക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് സ്വന്തമായി അറിയാമെങ്കിൽ എണീറ്റ് നിൽക്കുക. എല്ലാ കണ്ടസ്റ്റൻസും ഒരുപോലെ നോക്കുന്നത് അഭിഷേക് ശ്രീകുമാറിനെയാണ്. ആർക്കാണ് ഈ ഒരു യെല്ലോ കാർഡ് കൊടുക്കുന്നതെന്നുള്ള കാര്യം പ്രൊമോയിൽ കാണിച്ചിട്ടില്ല. പക്ഷെ നമുക്ക് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒന്നില്ലെങ്കിൽ അഭിഷേക് ശ്രീകുമാറിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊമോ ഇതിന് മുന്നേ ഏഷ്യാനെറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു കമ്മ്യൂണിറ്റിയെ അടച്ച് ആക്ഷേപിക്കുന്നു, ഒരാൾ ജീവിക്കുന്ന രീതിയെ മോശമായി ചിത്രീകരിക്കുന്നു എന്നുള്ള രീതിയിൽ അഭിഷേക് ശ്രീകുമാറിനെതിരെ നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ എന്ന് സംസാരിക്കുമെന്ന് നമ്മൾ ഇതിന് മുന്നത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയായിരിക്കും ഇന്ന് സംഭവിക്കാൻ പോകുന്നത്. നല്ല രീതിയിലുള്ള ലാലേട്ടൻ്റെ ഷൗട്ടിങ് ഏറ്റുവാങ്ങേണ്ടി വരും ഇന്ന് അഭിഷേക് ശ്രീകുമാറിന്. പിന്നെ നമുക്ക് ഇതിനകത്ത് സാധ്യത കൽപ്പിക്കാനുള്ളത് സായി കൃഷ്ണയ്ക്കാണ്. ഇതിന് മുന്നത്തെ സീസണിൽ നമ്മുടെ സജന ഫിറോസിന് ഇതുപോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് ഉള്ളിൽ കയറി പുറത്തെ പല കാര്യങ്ങളും സജന ഫിറോസ് അന്ന് അവിടെ പറഞ്ഞു. അതിനേക്കാളും കൂടുതലായിട്ടാണ് ഇപ്പോൾ നമ്മുടെ സായി കൃഷ്ണ ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിനെ ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും, പലതൊന്നുമല്ല മുഴുവനും ജാസ്മിനെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബിഗ് ബോസിലെ പല കണ്ടസ്റ്റൻസിനെയും പുറത്തെ കാര്യങ്ങൾ പലതുമായിട്ട് ഇങ്ങനെ സായി കൃഷ്ണ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഒരു യെല്ലോ കാർഡ് ചിലപ്പോൾ സായി കൃഷ്ണയ്ക്കായിരിക്കും കിട്ടുന്നത്. ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. മാറ്റി പിടിച്ചുകൊണ്ടാണ് ഈ ഒരു സീസൺ വന്നിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഇത് അഭിഷേക് ശ്രീകുമാറിന്, കൂടുതൽ സാധ്യതകൾ കാണുന്നത് അഭിഷേക് ശ്രീകുമാറിനാണ്. കാരണം ഒരു കമ്മ്യൂണിറ്റിയെ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്, ഒരാൾ ജീവിക്കുന്ന ശൈലിയെ മോശമായി ചിത്രീകരിച്ചിരിക്കുകയാണ്. അഭിഷേകിൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ അത് ശരിയാണ്, ഏറെക്കുറെ ന്യായവുമുണ്ട് പുള്ളിക്കാരൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇതൊരു റിയാലിറ്റി ഷോ ആണ്, ലക്ഷക്കണക്കിന് ആളുകൾ കാണുന്ന ഒരു ഷോ ആണ്. തീർച്ചയായിട്ടും അവർക്ക് ഇതിൻ്റെ പ്രിക്കോഷൻസും കാര്യങ്ങളും എടുക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് നമുക്ക് സായി കൃഷ്ണയെ തന്നെയാണ് ഒരു ചാൻസ് ആയിട്ട് പറയാനുള്ളത്. ഒട്ടും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ബിഗ് ബോസിൽ പുറത്തെ കാര്യങ്ങൾ വൈൽഡ് കാർഡായിട്ട് ചെന്ന് ഉള്ളിലെ കണ്ടസ്റ്റൻസിനെ അറിയിക്കുന്നത്. അന്ന് സജന ഫിറോസിന് നല്ല രീതിയിൽ തന്നെ ലാലേട്ടൻ ഇന്ന് കിട്ടിയതാണ്. ഒരു ഭയങ്കര വലിയ ശിക്ഷയൊക്കെ കിട്ടി, മാസ്ക് ഒക്കെ ഇട്ടിരിക്കാനൊക്കെ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പിന്നീടും ഒട്ടും സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവരെ ബിഗ് ബോസിൽ നിന്ന് ഇറക്കി വിട്ടത്. അപ്പോൾ സായി കൃഷ്ണയ്ക്കും സാധ്യതകളുണ്ട് ഈ ഒരു യെല്ലോ കാർഡ് കിട്ടാനായിട്ട്. യെല്ലോ കാർഡ് കിട്ടിയില്ലെങ്കിലും നല്ല രീതിയിൽ ലാലേട്ടൻ്റെ വായിലിരിക്കുന്ന കേൾക്കാനായിട്ട് എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് സായി കൃഷ്ണയ്ക്കും. പിന്നീട് ഈ പറയുന്ന യെല്ലോ കാർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയൊന്ന് പറയാം. ഇതുവരെ നമ്മുടെ മലയാളം സീസണുകളിൽ യെല്ലോ കാർഡ് ഉപയോഗിക്കേണ്ട ഒരവസ്ഥ ഇതുവരെ ബിഗ് ബോസിന് വന്നിട്ടില്ല. പക്ഷേ ഈ ഒരു സമയത്ത് വന്നിരിക്കുകയാണ്. അത് ആർക്കാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഇനി ഈ യെല്ലോ കാർഡ് കൊടുത്ത ആൾക്ക് എന്തെങ്കിലും ഒരു കാരണത്താൽ, അല്ലെങ്കിൽ ഇപ്പോൾ ആവർത്തിച്ച അതേ തെറ്റ് വീണ്ടും ആവർത്തിച്ചാൽ ഈ ഒരു മഞ്ഞ കാർഡ് ചുവപ്പ് കാർഡായിട്ട് മാറും. ഈ ഒരു റെഡ് കാർഡ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സ്പോട്ട് എവിക്ഷൻ ആയിരിക്കും. അത്തരത്തിലാണ് ബിഗ് ബോസിൻ്റെ യെല്ലോ കാർഡിൻ്റെ പവർ എന്ന് പറയുന്നത്. മറ്റുള്ള ലാംഗ്വേജുകളിൽ ഈ ഒരു യെല്ലോ കാർഡ് ഉപയോഗിച്ചതായിട്ട് അറിയാം. ഇതുവരെ മലയാളം സീസണുകളിൽ ഈ ഒരു യെല്ലോ കാർഡ് ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. എൻ്റെ അറിവിൽ തീർച്ചയായിട്ടും ഇല്ല. അപ്പോൾ ഈ ഒരു മഞ്ഞക്കാർഡ് കിട്ടിയ ആൾ എന്ത് തെറ്റി ഇനി ആവർത്തിച്ചാലും, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത അതേ മിസ്റ്റേക്ക് വീണ്ടും ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ റെഡ് കാർഡ് കൊടുത്ത് സ്പോട്ട് എവിക്ഷൻ ചെയ്ത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് യാതൊരു കാരണവുമില്ലാതെ പറഞ്ഞയക്കുന്നതായിരിക്കും. അതാണ് ഈ ഒരു യെല്ലോ കാർഡിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പം രണ്ടുപേരെയും ലാലേട്ടൻ ഇന്ന് ബക്കറ്റിൽ അടച്ചു വെച്ച് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കുന്നത് കാണാം. എന്തൊക്കെയായാലും നമുക്ക് നോക്കാം എന്താണെന്ന് ലാലേട്ടൻ വന്ന് സംസാരിക്കാൻ പോകുന്നത്. സായി കൃഷ്ണയ്ക്ക് നല്ല രീതിയിൽ കിട്ടും യെല്ലോ കാർഡ് കിട്ടിയില്ലെങ്കിലും. അതുപോലെ തന്നെയാണ് അഭിഷേക് ശ്രീകുമാറിനും. അപ്പം നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ 6ൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താണെന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. താങ്ക്